இல்ல சார். கவலைப்படாத, இனிமே நீங்க தான் என் குடும்பம். நீங்க தான் என் அப்பா, நீதான் என் அம்மா. நான் வந்து உன் உயிர் நண்பன், கவலைப்படாத. നീ ഉയർ നൻപനല്ലടാ. നിങ്ങൾക്ക് അറിയാവാ, ഞാൻ കണ്ട പെണ്ണിനെ സൂത്രത്തിൽ പോയി കണ്ട് കല്യാണം പണിക്കളഞ്ഞ 1.5 പെറുക്കി ഇവൻ. സാറേ, ആ പറഞ്ഞ ഒരു കറക്ഷൻ ഉണ്ട്, കഥ പറയുമ്പോ മൊത്തത്തിൽ പറയാം. ശരിയാ സാറേ, ഇവൻ കണ്ട പെണ്ണിനെ ഞാൻ പോയി കണ്ട്. പക്ഷെ അതിന് മുമ്പ് ഈ മാങ്ങാത്തോലം ചെയ്ത എന്താണെന്നറിയോ? കാണാൻ പോയ പെണ്ണിന് കോന്ത്രം പല്ലുണ്ട്, അവന്റെ കുഴി കിടക്കുന്ന അപ്പൂപ്പന്റെ കോടാങ്കി ശാസ്ത്രപ്രകാരം കെട്ടുന്ന ശക്കം വെന്തുരുക്കി ചത്തുപോകും എന്നൊക്കെ പറഞ്ഞ പെണ്ണിനെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ പോയി കണ്ടത്. എന്നിട്ടോ ഈ ചെറ്റ ഇവൻ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ കൂട്ടിട്ട് പോയി ഓപ്പറേഷൻ ചെയ്ത് ഓളെ പല്ല് ശരിയാക്കി കളഞ്ഞു സാർ. അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉള്ള കാര്യം ഇവൻ എന്നോട് പറഞ്ഞില്ല സാർ, പറഞ്ഞില്ല. നീ 95 പോലെ കമ്പ്യൂട്ടർ കളിക്കുന്നവനല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? സകലകല വല്ലവൻ, പക്ഷെ വകതിരിവ് വട്ടപൂജ്യം. நீ கவலைப்படாத. ഓ, അവനോട് ഒരു സെന്റി അടിക്കണ്ട. உனக்குன்னு ஒரு பொண்ணு பிறந்திருப்பா, எங்க சார்? வர வரைக்கும் கவலைப்படாத. ஸ்டேட்டே இல்ல சார். உங்களுக்கு தெரியுமா, என் அப்பாவோட குடும்பத்துல யாருமே 70 വയസ്സ് താണ്ടാது. എനിക്കിപ്പോ 38 വയസ്സായി സാർ. ഏതെങ്കിലും കാലത്ത് ഞാനൊരു കല്യാണം കഴിച്ചു, അതിലെങ്ങനെങ്കിലും എനിക്കൊരു കുട്ടി ഉണ്ടായ ആ കുട്ടിയുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുക സാർ. വേറെ കുട്ടികളെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുക സാർ. ഉണ്ട്, ഭാഗ്യമുണ്ട്. ഇതാണ് ആ കൊച്ച്, പേര് ഗോപിക. എങ്ങനെയുണ്ട്? അസ്പരസ് അല്ലടാ, പ്രശാന്തേട്ടൻ്റെ ആലോചന. എന്നോടല്ലാരാടാ എനക്ക് പെണ്ണ് നോക്കാൻ പറഞ്ഞേ? ആരും പറയണോ? പ്രശാന്തനും കണക്കാ, ഓൻ്റെ അച്ഛൻ നാരായണനും കണക്കാ. എനക്ക് പെണ്ണ് നോക്കാനും ആണ് നോക്കാനും ഒരുത്തന്റെ ആവശ്യമില്ല. ഞാൻ ഒറ്റക്ക. മൂട് വെച്ച് സാർ, ഞാൻ തൂങ്ങ പറയാം. தம்பி இந்தாப்பா ஊருகா. താങ്ക്സ്. ഉണ്ടാക്കി കൊടു. நீ வேற. ഇതുകൊണ്ടാ തന്നെ ഇരുന്നു. എന്താ മാമ്പറത്തെ ജയേഷീടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച കാര്യം പുറത്തറിയിച്ച് ആണുങ്ങളെ മക്കാറാക്കാൻ നോക്കിയാലുണ്ടല്ലോ കുരിപ്പേ, ചവിട്ടി ചുമരമിൽ പറ്റിച്ചള ഞാൻ. ഉറിഞ്ചതാ ഓടാ. എവിടത്തെ മണ്ടാണ് ഇതിൽ നല്ലൊരു പെണ്ണെ ഓനെ എവിടുന്ന് കിട്ടാനാ? സ്വാമി എന്തേലും പറഞ്ഞു കൊടുക്കണം, അല്ലാണ്ട് വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ പോരാ. സൂക്ഷിച്ചൊക്കെ പോണേ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അവരുടെ പേരില് 3 അക്ഷരമായിരിക്കും ഉണ്ടാവുക. നീ എന്തിനാ തെണ്ടിക്ക് വേണ്ടി പെണ്ണാലോചിക്കാൻ നടക്കുന്നേ? തെണ്ടിയാണേലും അവനെന്റെ ചങ്കാടി, നീ അവൻ മറക്കല്ലേ. അവൻ നിന്നെ പെണ്ണ് കണ്ടതിന് ശേഷമാണ് ഞാൻ നിന്നെ കെട്ടിയത്. We don't forget that.
വാടാ. ഗോപിക്ക് സാമ്പാറും എരിശ്ശേരിയെല്ലാം ഉണ്ടാക്കാൻ അറിയാം. എലയടാ അടാ. ഇത്രയും കാലം നമ്മുടെ ശേഷം അലഞ്ഞിരിഞ്ഞത് വെറുതെ അല്ല, എല്ലാം ഇത് വേണ്ടിട്ടാ അല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടാ? കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ജോലിക്കൊക്കെ പോക്ക് ബുദ്ധിമുട്ടാവില്ലേ ജയശേട്ടാ? യഥാർത്ഥത്തില് ജയേഷിന്റെ ജന്മസാക്ഷാത്കാരാണ്. അതെ 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 അതെ. എന്നും ഇതുപോലെ ചുരിദാറിലും തന്നെ ഇടുക? ആ, എനിക്ക് ഇന്ത്യൻ വസ്ത്ര രീതിയോട് തന്നെയാ താല്പര്യം. രാഘവൻ നമ്പ്യാരെ നൂറ്റാണ്ടിന്റെ ഒത്തുചേരൽ ഇവിടെ നടക്കുന്നു, ശാസ്ത്രം പോലും തോറ്റു. ജയേഷ് ഇഷ്ടപ്പെട്ട നമ്മളെ കുട്ടിയെ? അല്ല പറ്റ ഇപ്പൊ തന്നെ കൊണ്ടുപോകണമെന്നാ ജയേഷിന്റെ മനസ്സിൽ. ഇങ്ങനെ ഷോൾ ഇടുന്നു, ഇത്തിരി ആള് വെക്കല്ലേ വരാൻ കിട്ടുന്ന ഷോള് മോയന്ത് നീ നടക്ക്. എന്തെന്നാണ് എടാ കല്യാണം കഴിഞ്ഞ ഈ പെണ്ണുങ്ങളുടെ ഒരു അരഞ്ഞാൻ കടിഞ്ഞാൻ നമ്മളെ ആണുങ്ങളെ കയ്യിലായിരിക്കണം. ഈറ്റിങ്ങളെല്ലാം എങ്ങനെ മരിക്കണമെന്ന് നീ അറിയണം. എടാ കല്യാണം കഴിഞ്ഞ എന്നും കളിഞ്ചിരി ഒന്നായിരിക്കൂല, പല പേരയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ അടി പൊട്ടുന്നത് ഓളെ ഭാഗത്തുണ്ടാവുന്ന ഒരു തെറ്റുണ്ടായിരിക്കണം. ഇനി ഓള് തെറ്റൊന്നും ചെയ്യിട്ടില്ല എന്ന് വിചാരിക്കാം. നീ ഓളെ നല്ലോണം പഠിച്ചിട്ട് മനഃപൂർവ്വം നീ ഒരു പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ ഓക്ക് തോന്നണം അയ്യോ തെറ്റ് പറ്റിപ്പോയി മാപ്പാക്കണം എന്നൊക്കെ. അപ്പൊ ഈ കിട്ടുന്നൊരു അപ്പർ എഡ്ജില്ലേ മോനെ ജയേഷ, ലൈഫില് ചാവുന്നവരെ എനിക്കത് ഉപകാരപ്പെടും. നീ കേട്ടിട്ടില്ലേ മെൻ ആർ ഫ്രം മരണമാസ് വിമൻ ആർ ഫ്രം അടുക്കളന്ന്? ജയേട്ടാ തിരക്കിലാണോ? ഇല്ല മോളെ പറ. അത് ഞങ്ങളുടെ കോളേജ് ഗ്യാങ് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, ഞാനും കൂടി പോയിക്കോട്ടെ? ഗ്യാങ്ങോ? ആ, ഗേൾസ് ഗ്യാങ് ആ ചേട്ടാ. ഞാനിവിടെ കോൺവെന്റിലല്ലേ പഠിച്ചേ. ഓ, 2 ദിവസത്തെ കാര്യമല്ലുള്ളൂ ചേട്ടാ, പ്ലീസ്. ഓക്കെ. പക്ഷെ എവിടെ പോയാലും എനിക്ക് ലൊക്കേഷൻ അയച്ചു തരണം. താങ്ക് യു ചേട്ടാ, ഐ ലവ് യു. Love you too. സോറി, ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പെരുമാറുന്ന ഒരാളല്ല, ഇച്ചിരി കൺട്രോൾ വിട്ടുപോയി. സോറി സോറി സോറി. First of all, thank you all for being a part of my happy day. As you all know, family is the first essential cell of human society. I finally found that cell where I would happily confide. എനിക്കറിയാം, I've waited too long for this day, and I think it was worth it. I got my dinosaur! I got my dinosaur! Cafeteria which I'm throwing! Cafeteria വെച്ച് നടത്താൻ ഇത് കണ്ട ആക്ക ഊക്കൻ ഊക്കിലും പാർട്ടി അല്ല. We are throwing a grand house party at 7 PM at our place. Let's finish this party! ഹലോ ചേട്ടാ സോറി, ഇവിടെ ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? അത് നമ്മുടെ കൂടെ വന്നില്ലേ അപ്പു, അപ്പുനെ കാണാണ്ടായി ചേട്ടാ. ആമ്പിളറുണ്ടോ കൂടെ? അയ്യോ, അതെന്റെ മേമയുടെ മോളാ അപർണ. ഓ, ഈ അപർണേനെ അപ്പൂന്നും അശ്വതിനെ അച്ചുന്നും ഒക്കെ വിളിച്ചിട്ട് വെറുതെ ആമ്പിളറെ ടെൻഷൻ അടിപ്പിക്കല്ലോ മോളെ. ഞാൻ വെറുതെ വിളിച്ചാ. ചേട്ടാ ലവ് യു. ലവ് യു ടു. ഇവിടെ ആണ്ടല്ലൂർത്തർക്കുള്ള ആൾക്കാരുണ്ടല്ലോ, ഇത് കേട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കൂലേ? അത് നമ്മുടെ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ സെക്രട്ടറി, അത് നമ്മുടെ ഫ്ലാറ്റിന്റെ പ്രസിഡന്റ്, ട്രഷറർ അപ്പുറത്ത് എവിടെയുണ്ട്. ഈ ഫ്ലാറ്റിലെ മൊത്തം ആൾക്കാർ ഇവിടെ ഉണ്ട്.
സോറി എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. വാവ് വാട്ട് എ പാർട്ടി മാൻ. ഹാപ്പി മാരീഡ് ലൈഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഹാപ്പി മാരീഡ് ലൈഫ് മാൻ. ഇത് നമ്മളെ ലണ്ടൻ ബിജുവിന്റെ കസിൻസാ. ആണോ? ഐ ആം ഗെറ്റിംഗ് മാരീഡ്. ജോബിന്റെ പരിപാടി വന്നാണ്, പക്ഷെ സ്റ്റേ ചെയ്യാൻ സാരമില്ല. അതിന്റെ ഈട് 3 മുറിയില്ലേ? ഒന്നില് ഞാൻ, ഒന്നില് നീ, ഒന്നില് നിങ്ങൾ എല്ലാരും എൻജോയ് ദ പാർട്ടി. ജാതകം കിട്ടി സാറേ, ജീവിതം സെറ്റ് സാറേ. ഐ ഗോട്ട് മൈ. ഇതെല്ലാരും ക്ലീൻ ആക്കിയ എടുത്തന്നല്ലേ പാർട്ടി നടന്നത്? നീ ഏതാ? നീ ആരാന്ന്? ഏത് മെറിൻ? ഇതേതേ സാമി? ചേട്ടാ ഞങ്ങൾ ചേട്ടന്റെ ഫ്രണ്ട്, ലണ്ടൻ ബിജുവിന്റെ കസിൻസ്. ആയിക്കോട്ടെ, പാർട്ടിയെല്ലാം കഴിഞ്ഞല്ലേ വീട്ടിൽ പോയിക്കൂടെ? ചേട്ടനല്ലേ പറഞ്ഞു ഇവിടെ നിന്നോളാൻ? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ചേട്ടൻ പറഞ്ഞതാ, ഇന്നലെ മറന്നുപോയതായിരിക്കും. എടാ അനീഷേ, ഇറക്കി വിടറോ? നീയല്ലേ ഇന്നലെ ഓരോട് പറഞ്ഞു ഇവിടെ നിന്നോളാൻ? ഞാനാ? ദേശക്കാളിന്റെ പുറത്ത് പറഞ്ഞാൽ വാക്കുവാക്കാനാണ്. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? എടാ വരുന്ന 22-ാം തീയതി എന്റെ കല്യാണം. ആ സമയത്ത് ഒരു പ്രായപൂർത്തിയായ പെണ്ണ് ഇവിടെ വന്ന് താമസിക്കാൻ തോന്നേ. എടാ ഇനി നീ ഇവിടെ നിന്ന് പോവല്ലേ? മാത്രമല്ല കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓരോ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. ഉറപ്പാ? ഉറപ്പാണെന്ന്. അത് മാത്രമല്ല ഒരു നീറ്റ് ടീംസ് ആണ് നിന്നെ പോലെ. കണ്ടോ സ്ഥലം മൊത്തം ക്ലീനാക്കി വെച്ചിരിക്കുന്നത്. ക്ലീനാക്കി വെച്ചാണ്. പക്ഷേ ഇനി ഓൾറെഡി കുട്ടി ടോസർ ഇട്ടിട്ട് ഇടുന്ന തിരിഞ്ഞു കളിക്കണമെന്ന് പറയണം. ഓളയിൽ ഡ്രസ്സൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ആൾ മരുന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഓക്കെ ഓളുടെ കുട്ടിക്കാരെടുത്ത് ഞാൻ ഇട്ടോളാം. എന്റെ പാൻസ് എടുത്ത് ഓൾട്ടോ. എന്തിനാ? ഓക്ക് ടെൻ്റ് അടിക്കാനാ? താമസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ വരുന്ന 22-ന് എൻ്റെ കല്യാണമാണ്. എല്ലാവരും കൂടി ഇവന്റെ ഒപ്പം അങ്ങോട്ടേക്ക് വാ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. ഞാൻ 3 ദിവസം മുമ്പേ എത്തും. താങ്ക് യു. ആദ്യമായിട്ടായതുകൊണ്ടാ ചേച്ചി, നമുക്കിതൊന്നും ശീലമില്ലല്ലോ. എടാ അണ്ണാക്കോട്ടനെ ആരെങ്കിലും മരങ്ങേറ്റം പഠിപ്പിക്കണ? നമ്മളൊക്കെ ആണുങ്ങളല്ലേ. നീ നോക്കിയും കണ്ടും ഒക്കെ ചെയ്താ മതി. മോനെ മോന്റെ കരയുന്ന കട്ടലിലെ കാലെല്ലാം ചന്തേട്ട ശരിയാക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ ഒച്ചപ്പാടുണ്ടായിട്ടില്ല. ആട്ടാറ് മുഴുവൻ കേൾക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഈ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചടാ. നോട്ടി ചന്തേട്ടൻ. നീ എന്നാലെ കവലപ്പനാണ്ട. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അയച്ചു തരാം, നീ അത് കണ്ടു പഠിക്കും. എനിക്കറിഞ്ഞൂടെ ഞാൻ പോൺ വീഡിയോസ് ഒന്നും കാണൂലെന്ന്. ഇത് പോണല്ലടാ പോത്തെ. ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. പിന്നെ കഥ കുറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് ഞാൻ ഏറ്റു. തിന്നോ, 3 നേരവും മുടങ്ങാണ്ട് തിന്നോ. കല്യാണപ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രി ലേഹ്യം വേഗം തിന്നോ.